രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. കാരുണ്യ നിലയത്തിനു വേണ്ടിയും എം ജോസഫിന് വേണ്ടിയും ഇപ്പോഴേ ബൊക്കെ സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള സംസ്കാര ശുശ്രൂഷകളെ ആരംഭിക്കുകയാണ്. 2-3 കാര്യങ്ങളെ ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ഈ പിതാവിനെ അവസാനമായിട്ട് നമുക്ക് അർപ്പിക്കാവുന്ന ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് അനുഗ്രഹകരമാക്കി തീർക്കുവാൻ തക്കവണ്ണമാണ് നമ്മുടെ സാന്നിധ്യം. അതുകൊണ്ട് അതിന് തക്കവണ്ണം ദേവാലയത്തിലെ പെരുമാറണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കിഴക്കോട്ടെ തിരിഞ്ഞു നിന്നാണ് ആരാധനയിലെ സംബന്ധിക്കുന്നത്. പ്രാർത്ഥനയുടെ ശബ്ദമല്ലാതെ സംസാരത്തിന്റെ ശബ്ദം ഉണ്ടാകരുത്. പള്ളിയുടെ അകത്ത് നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും, പ്രത്യേകിച്ചും പടിഞ്ഞാറ് വശേ പള്ളിയുടെ ഭൂമുഖത്തും മറ്റ് 2 സൈഡിലുമായിട്ട് സാധാരണ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പതിവ് കാണാറുണ്ട്. അത് ഉണ്ടാകരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അർപ്പിക്കുന്നു. പരിപൂർണമായിരിക്കുന്ന നിശബ്ദത, അത് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാവുള്ളൂ. രണ്ടാമതായിട്ട് കിഴക്കോട്ടെ തിരിഞ്ഞു നിൽക്കുക. ഇതിന്റെ അവിടെ അല്പം ധൂപം വീശുവാനുള്ള സൗകര്യം നിങ്ങൾ ഇട്ട് കൊടുക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സ്ത്രീകളെ തലയിലെ മൂടുപടമിട്ടാണ് നമ്മുടെ ആരാധനയുടെ രീതി. ഇതിലെ സംബന്ധിക്കണം. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയെയും അതുപോലെ തന്നെ മലബാർ ഭദ്രാസനത്തിന്റെ തേഫുലസ് തിരുമേനിയെയും വന്യരായിരിക്കുന്ന വൈദികരെയും സ്നേഹപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അവിടെ നിന്ന് നടുക്കത്തെ ഭാഗം ഒഴിവാക്കുക. 2 സൈഡിലിട്ട് നടുക്കത്തെ ഭാഗം ഒഴിവാക്കി 2 സൈഡിലിട്ട് പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപചാരങ്ങളെ അർപ്പിച്ചുകൊണ്ട് ട്രസ്റ്റി മൃതദേഹത്തിലെ ശോശപ്പ അണിയിക്കുന്നു. പ്രാർത്ഥന ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ ഊശാന. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാൻ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാൻ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാതിന്റെ ഇടയാരോട് കരുണയും നമസ്യ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കും. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ എതിരഫലമായ താവായ ശംശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്ത് ും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളെന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ താൽക്കാലികമായ ജീവിതത്തിൽ നിന്നിപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥ ലോകത്തിൽ യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവ് പുനരുത്ഥാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാകന്മാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസാദത്തോടുകൂടി എന്നെതിരേൽക്കുവാനും സംഗതിയാക്കണമേ. ഇപ്പോൾ ഞാൻ വിസ്മൃതനായി പാഴ്പാത്രം പോലായ ഞാൻ ആലോചിക്കുന്നതു കേട്ടേ എന്നാത്മമെടുത്തു നവരത്തു ഹല്ലേലൂയ നാദ ശരണപ്പെട്ടേ നിന്നിൽ ദൈവം ഹല്ലേലൂയ നിൻ കയ്യിൽ താൻ കാലങ്ങൾ പാർക്കുന്നു സത്തമനെ കരുണാപൂർണ വിധിയേൽക്കരുതേ നിന്നടിയാ തിരുമുമ്പിൽ ജയമാർന്നോനാൽ വിധി ചെയ്യല്ലേ. നീ അവരെ കർത്താവേ അവരെ അൻപാൽ ജീവിപ്പിക്കണം. നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. ബറഖുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ നേരവും എല്ലായ്പ്പോഴും ഇടവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടിയുടെ പ്രത്യാശയും ഖബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും വാങ്ങിപ്പോരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിനെ സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുള്ളതാ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലവൻ യൗമോ സദഹായാൽമീ ആദ്യതമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലാമയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ ദൈവം തമ്പുരാനെ നീ ഭയങ്കരനും നിന്റെ കൽപ്പനകൾ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യമായ ദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയങ്ങളും തിരുസന്ധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു.
മരണത്തെ മായിച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശു മിശിഹായ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠോനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, താൽക്കാലിക ജീവിതമാവുന്ന പരദേശവാസത്തു നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഖമാർ മൂലം ഈ ദാസന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ ദാസന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്നും അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ ദാസന്റെ തെറ്റുകളെ നിന്റെ ദയയിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. നിന്റെ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ ദാസന് കൊടുത്ത് രണ്ടാം മരണമാവുന്ന ചുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഉള്ളിടങ്ങൾ നീ ദാസനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കവണ്ണം നീ വിധിക്കരുത്. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടാകുന്നതിൻ്റെ ഉത്തൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. തൻ്റെ കൃപയും കരുണയും ഈ ദാസൻ്റെ മേൽ ഉദിക്കുമാറാകണമേ. ഈ ദാസൻ വിശ്വസിച്ചതായ ജയമുള്ളതായ സ്ലീബായ ദാസന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഈ ദാസനിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നതുവരെ ഇതിൻ്റെ ദാസന് കോട്ടയവനിയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതാ നിന്റെ മഹിമയിൽ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഈ ദാസന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരാ ഞങ്ങളെല്ലാവരെയും വയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും ഭാവരികതുമായ ജീവിതത്താൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. മ്ലാനവതരായിരിക്കുന്നവർക്ക് മോപ്രസന്ന നൽകണമേ. നിന്നെ സ്തുതിക്കുന്നവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവിശാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തുനിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മനുഷ്യനുള്ള പ്രത്യാശയും മുൻപോട്ട് നിന്റെ അടുക്കലേക്ക് യാത്ര ഉറപ്പെട്ടവരും ശ്രേഷ്ഠവും മകനീയമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിൻ്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനത്തിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിരപ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെ നിന്റെ പുത്രനെ നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു വാഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഓശോ വബുകൂല സുബാൻ ലവൻ മീൻ ബാറഖുമോർ
ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ലാസറിനെ കബറിനഘനം ചെയ്ത ശ്രേഷ്ഠവിനജ്ഞ ധ്വനിയുദ്ധാനമകാദിവസേ മൃതരെ ഏറ്റിച്ചേർക്കും യോശാഫാത്തെന്ന സ്ഥാനത്തിൽ രജനിരിക്കും ദ്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്നെത്തിയിടും. നാദ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ടായ സുഖത്വം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ശാസികളുടെ ഘടനാബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യ ഘടകത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള അതിന് മഹാകരണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേ കൈകൊണ്ടിടുവിൻ കൽപ്പന കാത്തോർ കൈമുമ്പേ താതൻ കരുതിടുമാരായ മാമോദീസാനിൽ നിന്നും ആശികാതാൻ റുഷ്മായേറ്റോരെ മൃഗരെ വഴി നിങ്ങൾക്കുണ്ടാശീപ്പാൻ മൃതിലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ. ഉയരോടെഴുന്നേൽക്കും നിങ്ങൾ കേടേതും തീണ്ടി രാധേ കല്ലറയുന്നും പറുദീസഭോഗാൻ വസരമാസന്നം പാർക്കുമോ. ധന്യൻ പൗലോസ്ലിഹാചൊന്നേവാങ്ങേട്ടെ മൃതരെ ഓർത്തിട്ടഴൽ നിങ്ങൾ കരുതൻ നാശിച്ചിടും നേൻവാനിൽ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും. താൽക്കാലികമാമീ ഗാത്രം നിത്യ ആദയെ പ്രാപിച്ചിടും തനുവെഴുന്നേൽക്കും. കേടില്ലാതുത്ഥാനത്തിൻ വാനാളിൽ മനവോലം വാദമൽവോലം വൽമീനമേ വർഷിക്കട്ടെ തദേ ചിട്ടാബാബേ. തീച്ചോളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പാനി നീരമൃതിലോ ഗതാകുലമേറും ഭവനങ്ങളിൽ മരുവും നോരിൽ നിന്നഭയത്തിൽ നീ ദ്രീതരാദാസൻ മാതൻ വീഴവോ കേട്ടവകാശം നൽകിടേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. ശരണേ മൃദനാദാസന്നുത്ഥാനം നവ്യത നൽകട്ടെ. ഇത് മൃതിയിൻ ദിവസം, വേദനയിൻ ദിവസം, പരിദേവന ദിവസം, കടുദിവസം നാദ നൽകണമാശ്വാസം. മൃദുകരണമെന്നാൽ യൗവനമൃതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം. സകലമർത്തിടുമാമൃതി മുന്നറിവെന്നെ സത്വരമുത്തുകയാലിവനുത്ഥാനത്തിൽ നൽകണമാശ്വാസം.
സഹജൻ രക്ഷിക്കാ സ്നേഹിതനുദകീട ഏവം നിബിവചനം ക്രിയയാൽ നിറവേറി തുണനാഥ ചെയ്യുക. ഹൃദരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനമൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനോ. ആവുകളിൽ നിന്നെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരിയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ആദാം നിജ മക്കൾക്കേകിയ കാസ മൃതിപാനീയത്തിനു കൈപ്പേറും പാനം ജീവനാദാമിൻ ആത്മജരതുമുറയ കൈമാറി. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറിക്കുമോ. നമ്മുടെ വേദനകളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ. നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏതു ശരീരത്തോടും കൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഭോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെയാവുന്നു ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അറിയിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അറിയിക്കാവുന്നതല്ലെന്ന് ഞാൻ പറയുന്നു. ഇതാ, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്തതയും ധരിക്കുവാൻ പോകുന്നു. ആഹായി ബാറിക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രീതി പെട്ടിടണമേ അടിയാനിൽ, ഏറും കൃപയാലിവനെ രക്ഷിക്കാം.
പാറയ്ക്കുമോ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ ഭാഗവായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ യോഹാനോൻ ശ്ലീഹായിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ തന്നെ ജനസ്തുതികളും നാം എല്ലാവരുടെ വേദനഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവർത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്ന പോലെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായി പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയും ആകുന്നു. എന്നാൽ പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവനുണ്ടായിരിക്കുവാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാനായിട്ട് അവൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കലറി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസനയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട പിതാവിനെ പ്രത്യാശയോടും സമാധാനത്തോടും കൂടി ഇമ്പങ്ങളുടെ പർദീസായിലേക്ക് യാത്രയയക്കുകയാണ് നമ്മുടെ മുമ്പാകെ അവശേഷിച്ചുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. ലോകത്തിൽ മരണം എപ്പോഴും നൊമ്പരം നിറഞ്ഞതും ദുഃഖകരവുമാണ്. വേദശാസ്ത്രപരമായോ അതല്ലെന്നുണ്ടെങ്കിൽ താത്വികമായോ മറ്റെന്തെല്ലാം നാം പറഞ്ഞാലും ഒരു വേർപാടെന്ന് പറയുന്നത് അല്പം നൊമ്പരമുണ്ടാകും. അതിനെ പ്രായത്തിൻ്റെ പരിഗണനയേക്കാൾ ഉപരിയായി ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതുണ്ടാകുന്നത്. മരണം നിശ്ചയമായിട്ട് ഉള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും അതിനെ നാം അഭിമുഖീകരിക്കുന്ന സമയത്ത് മരണത്തിന് വിധേയമാകുന്ന വ്യക്തിയേക്കാൾ ഭൂമിയിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് അല്പസ്വല്പമൊക്കെ നൊമ്പരമുണ്ടാകും. പ്രത്യേകിച്ച് അകാലത്തിലുള്ള മരണം ഒഴിച്ച് ആണെങ്കിൽ. ഈ പ്രിയപ്പെട്ട പിതാവ് ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല നിലയിൽ അത് പൂർത്തീകരിച്ച് ഭൂമിയിലെ വാസം അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ദൈവസേനയിലേക്ക് യാത്രയാവുകയാണ്. മരണത്തെക്കുറിച്ച് ഒരു പുതിയ നിർവചനം ലോകത്തിൽ ആദ്യമായും അവസാനമായും നൽകിയിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമാണെന്നാണ് എൻ്റെ വിചാരം. കാരണം മരണത്തിനൊരു പുതിയ ഡെഫിനിഷൻ തന്നെ യേശുമശിഹ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അത് പറഞ്ഞ് പ്രസംഗ രൂപേണയല്ല, അല്ലെങ്കിൽ എഴുതി വെച്ച രൂപേണയല്ല, സ്വന്തം ജീവിതത്തിലൂടെ മരണത്തിൻ്റെ നിർവചനം എന്ത് എന്ന് ലോകത്തിൽ മറ്റാർക്കും അങ്ങനെ നൽകുവാൻ സാധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം.
മരണം ഒന്നുമല്ല, മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളവരെക്കാൾ ഉപരിയായി സ്വന്തം ജീവിതത്തിൽ അത് ആവിഷ്കരിക്കുകയാണ്. ലോകത്തിൽ ഒരുപാട് മതങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരുണ്ട്, ഋഷിമാരുണ്ട്, ശരിയാണ്. പക്ഷെ അവരൊക്കെ മരണത്തെക്കുറിച്ച് പലതും ബോധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതി വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഒരു ഹ്രസ്വകാല ജീവിതം കൊണ്ട് ജീവിതം എന്താണെന്നും മരണം എന്താണെന്നും മരണത്തിന് അന്ത്യം എന്താണെന്നും മരണത്തിൻ്റെ നിർവചനം എന്താണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തിയത് യേശുക്രിസ്തു മാത്രമാണ്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പ്രത്യാശ. അതാണ് നമുക്കൊരു അഷ്വറൻസ് ഉണ്ട്. മരണം ഇത് അന്ത്യമല്ല, ജീവിതം ഇതിവിടെ അവസാനിക്കുന്നില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം മൂലം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. നാം എല്ലാവരും യേശുക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതാണ് പരിശുദ്ധ മാമോദിസയുടെ അർത്ഥം എന്ന് പറയുന്നത്. വിശ്വാസരൂപേണയും അതുപോലെ തന്നെ കൂദാശാപരമായും യേശുക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടുള്ള എല്ലാവരും തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെയുള്ള ആ അവകാശത്തിന് ഓഹരിക്കാരും പങ്കുകാരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മരണം എന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനം ആണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകുമ്പോൾ ഈ മരണത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് സമാധാനവും പ്രത്യാശയും ആശ്വാസം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തിരുവെഴുത്തുകളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കറിയാം. കർത്താവായ യേശു മിശിഹാ മറുരൂപ മലയിൽ ചെന്ന് ജീവനുള്ളവരും മരിച്ചു വരും എന്ന് പറയുന്ന ഇന്നത്തെ നിർവചനത്തിലൂടെ ഉള്ള വ്യക്തികളുമായി ഒരു ചെറിയ ചർച്ച നടക്കുന്നുണ്ട്. പത്രോസും യാക്കോബും യോഹന്നാനും ഒരിടത്ത്, കാലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മോശയും ഏലിയാവും മറ്റൊരിടത്ത്, അവരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയുള്ളൊരു സംഗമം അവിടെ നടക്കുന്നുണ്ട്. ആ സംഗമത്തിലൂടെ പരസ്പരം തിരിച്ചറിയുകയും ആശയങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മരണാനന്തര ജീവിതത്തിൻ്റെ അർത്ഥവ്യാപ്തി, അതിൻ്റെ വ്യാഖ്യാനം ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. അത് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടുകയും അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴൊന്നും അതിൻ്റെ ഗൗരവം ശ്രോതാക്കൾ ആരും മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതങ്ങ് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ വേർപാടെന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ജീവിതത്തിലേക്കുള്ളൊരു പ്രവേശനമാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു കുറഞ്ഞ കാലം ജീവിക്കുന്ന ആളുകളാണ്. ഹ്രസ്വകാലം മാത്രമേ ഉള്ളൂ. കാലത്തിൻ്റെ അനന്തതയിൽ ഒരാളുടെ ആയുസ് എന്ന് പറയുന്ന അത്ര വലിയ കാലം, അത്ര വലിയ ദൈർഘ്യമുള്ള കാലമൊന്നുമല്ല. അതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്. ഞാൻ എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു പ്ലെയിൻ യാത്ര ചെയ്യുമ്പോഴോ ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴോ നമുക്ക് വേണ്ടി ഒരു സീറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കും. ആ സീറ്റിൽ നമ്മൾ ഇരിക്കാൻ ചെല്ലുമ്പോഴോ മറ്റൊരാളവിടെ ചിലപ്പടി ഇരുന്നിരിക്കും. അപ്പോൾ നമ്മൾ വളരെ സൗമ്യമായിട്ട് അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്, സ്നേഹിത, ഈ സീറ്റ് എൻ്റേതാണ്, നിങ്ങൾ എനിക്കത് മാറി തരണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ പ്ലെയിനോ ട്രെയിനോ ഒന്നും നമ്മുടേതൊന്നുമല്ല. ഈ സീറ്റ് എൻ്റേതാണെന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ 3 മണിക്കൂറിനായിരിക്കാം, അല്ലെങ്കിൽ 36 മണിക്കൂറിനായിരിക്കാം. അതിനപ്പുറം നമുക്ക് എൻ്റേതാണെന്ന് പറയാൻ യാതൊരു അവകാശമില്ല. നമ്മൾ ആ 3 മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരാൾക്ക് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ ഈ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെയും എൻ്റെയും ഈ ജീവിതത്തിൻ്റെ അർത്ഥവും യാഥാർത്ഥ്യവും അത്രയേ ഉള്ളൂ എന്ന് എൻ്റെ വിചാരം. ഇത് എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യും, ശരിയാണ്. പക്ഷെ അത് മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ഹ്രസ്വകാല ജീവിതത്തിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് ഇത് മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുത്ത് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. അതുവരെയൊക്കെ നമുക്ക് എൻ്റെ എന്നൊക്കെ പറയാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അർത്ഥപൂർണമായൊരു ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ നഷ്ടപ്പെട്ടു പോകാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജനിക്കാൻ നമ്മൾ ഉത്തരവാദികളല്ല, പക്ഷെ ജീവിക്കാൻ നമ്മൾ ഉത്തരവാദികളാണ്.
നമ്മുടെ ആരുടെയും സമ്മതം കൊണ്ടല്ലല്ലോ നമ്മൾ ലോകത്തിൽ ജനിച്ചത്. അത് ദൈവത്തിൻ്റെ തീരുമാനവും നിശ്ചയവുമാണ്. എങ്കിൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കുവാനുള്ള വലിയ ചുമതലയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ഈ പ്രിയപ്പെട്ട പിതാവിനെ നേരിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ മകനെ അറിയാം നല്ലതുപോലെ. മകനെ അറിയുമ്പോൾ, മകനെ മനസ്സിലാക്കുമ്പോൾ ആ പിതാവ് ആരാണെന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ദൈവം ഉദ്ദേശിച്ചതുപോലെ, നിശ്ചയിച്ചതുപോലെ തൻ്റെ ജീവിതം, ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച് അദ്ദേഹം വിടവാങ്ങുകയാണ് ഇവിടെ. വളരെ 2-3 പ്രധാനപ്പെട്ട ചിന്തകൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന നല്ലതാണ്. ഈ പിതാവ് നമ്മോട് പറയുന്ന, മക്കളോടും കൊച്ചുമക്കളോടും ലോകത്തോടും പറയുന്ന 2-3 പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും എന്നെ കരുതുകയും എൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടത് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ചുമതല പൂർത്തിയാകുകയില്ല. നിങ്ങൾ തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്, ദാറ്റ് ഈസ് എ ലാസ്റ്റ് റിക്വസ്റ്റ് ഹി ഈസ് പ്ലേസിംഗ് ബിഫോർ അസ്. അത് നമ്മുടെ അത് ഉത്തരവാദിത്തമാണ്. രണ്ടാമതായിട്ട് ഈ പിതാവ് നമ്മോട് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ നിങ്ങൾക്ക് നൽകിയ ഒരുപാട് നന്മയുടെ മാതൃകകളുമുണ്ട്. ആ നന്മയുടെ മാതൃകകളും പിന്തുടരുവാനുള്ള ഉത്തരവാദിത്വവും കൂടെ നിങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു എന്നുള്ളതാണ്. ലോകത്തിൽ നന്മയുടെ അംശം കുറയാതിരിക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യവാസ യോഗ്യമായി ലോകം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇരുട്ടിൻ്റെയും അതുപോലെ തന്നെ തിന്മയുടെയും മാത്രമുള്ള ഒരു ആവാസ കേന്ദ്രമായിട്ട് ഇത് തീർന്നു പോകും, ആയിത്തീരും. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഈ പിതാവ് നമുക്ക് നൽകിയിട്ടുള്ള നന്മയുടെ മാതൃകകളും പിന്തുടരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ പിതാവ് പറയാതെ നമ്മോട് പറയുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചിന്തിക്കാനുള്ളത്. മൂന്നാമതായിട്ടൊരു അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു റിമൈൻഡർ പോലെ ചിന്തിക്കേണ്ടതുള്ളത്, ഇന്ന് ഞാൻ പോവുകയാണ്, പക്ഷെ ഇതുപോലുള്ളൊരു യാത്ര നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ യാത്രയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യണം, നിങ്ങൾ ശേഖരിച്ചു വെക്കണം എന്നും കൂടെ അദ്ദേഹം നമ്മോട് നിശബ്ദതയുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. കാരണം നമ്മളെപ്പോഴും മറക്കുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. നമുക്ക് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാൻ നേരമില്ല. ഒരുപാട് സമയം ഓർത്താൽ അത് കുഴപ്പവുമാണ്, പിന്നെ നമുക്ക് ജീവിക്കാനും സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, യു ഹാവ് ടു റിമെമ്പർ ഓൾവേസ് അബൌട്ട് യുവർ ഓൺ എക്സ്പയറി. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണമെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു കടിഞ്ഞാണാണ്. പക്ഷെ നമുക്കതിന് നേരവുമില്ല, ആഗ്രഹവുമില്ല. ഇതാണ് സത്യം. പക്ഷെ ഈ പിതാവ് ഇപ്പം നമ്മോട് പറയാതെ പറയുന്നൊരു വാചകം എന്ന് പറയുന്നത്, യു ഹാവ് ടു റിമെമ്പർ ഓൾവേസ് അബൌട്ട് യുവർ എക്സ്പയറി ഫ്രം ദി എർത്ത്. ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു പോകണം എന്നൊരു വികാരം, ഒരു ഓർമ്മ വല്ലപ്പോഴും അല്ല, ഇടയ്ക്കല്ല, നല്ലപോലെ ഉണ്ടാകണം. അതിനർത്ഥം നാളെ നമ്മൾ പോകുകയൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആരും പോകുകയൊന്നുമില്ല. അത് നമുക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഓർക്കണമെന്നാണ് പറയുന്നത്. അതെന്തിനാ ഓർക്കുന്നത്? 1-2 കാര്യം എനിക്ക് തോന്നുന്നത്. ഒന്ന്, ടു കൺട്രോൾ അവർ സെൽഫ്. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാനുള്ളൊരു കടിഞ്ഞാൻ പോലെ ഈ ഓർമ്മ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുക്കണം, കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ. നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വെറുതെ അങ്ങോട്ട് കൈമേശി ഇറങ്ങൂലല്ലോ. ഒത്തിരി കാര്യങ്ങളൊക്കെ വേണം. ടിക്കറ്റ് വേണം, പൈസ വേണം, ഡോക്യുമെന്റ്സ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ വേണം, ഡ്രസ്സ് വേണം. ദർ ആർ സോ മെനി തിങ്സ് ടു കളക്ട്. വേണ്ടേ? എങ്കിലല്ലേ യാത്ര പോകാൻ ഒക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ യാത്രയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിക്കൊള്ളണം എന്നും കൂടെ ഈ പിതാവ് നമ്മോട് പറയുന്നു. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പിതാവിൻ്റെ വേർപാട് ഉണ്ടാക്കുന്ന ഒരു വാക്വമുണ്ട് ലോകത്തിൽ. കുടുംബാംഗങ്ങൾക്ക് ഒരു പക്ഷെ കുറെ കൂടെ നൊമ്പരം കാണും. എന്നാൽ ലോകത്തിന്റെ വാക്വം എന്ന് പറയുന്നത് ദാറ്റ് ഗുഡ്നെസ്, അദ്ദേഹം ചെയ്ത ഗുഡ്നെസ്, നന്മയെ പിന്നെ ചെയ്യാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഇവിടെ പുറപ്പെടുവിക്കാൻ ഒക്കാത്തൊരു കാലമാണല്ലോ അതിന് മരണാനന്തര ശേഷം. അപ്പോൾ ആ വാക്വം നികത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്.
ലോകത്തിൻ്റെ ആ നന്മയുടെ അളവ് കുറയാൻ പാടില്ല. ആ കുറയാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു റീപ്ലേസ് ഓൾ ദ ഗുഡ്നെസ് വാട്ട് ഹി ഹാസ് ഡൺ. അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മയുടെ ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ അളവ്, നന്മയുടെ അളവ്, ലോകത്തിൽ നന്മയുടെ അളവ് നിലനിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പിതാവിൻ്റെ വേർപാട് മൂലം ഉണ്ടാകുന്ന എല്ലാ നൊമ്പരങ്ങളും ദുഃഖങ്ങളും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെയും വ്യക്തിപരമായ എൻ്റെയും എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ബാർഖിമോർ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോൻ എന്നേറ്റു ചൊല്ലണം. ബാർഖിമോർ, ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും മുടിയവനും ആത്മാക്കളുടെയും സർവ്വജഡങ്ങളുടെയും ദൈവമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന ജ്ഞാനസമ്പൂർണമായ തന്നെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽ ക്രിസ്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്നും ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. ബാറഖ്മോർ തന്റെ ദൈവികമായ കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ സഹോദരനെ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്നും സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായി തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്നു പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും പാടുകയും ചെയ്യുമാറാകണമേ. വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ആമേൻ. ആമേൻ. മണ്ണിലേക്ക് തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്തവനായ കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. ആമേൻ. 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 അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, കേൾപ്പിക്കും, ശരണം നൽകും, സകലപരേതർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു.
ചെയ്യുന്നേൻ സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പി സൃഷ്ടയും കൊണ്ടിയ പോകും മൃതിവെച്ചോൻ തന്നെ ഒരു നിമിഷം കൊണ്ടുടയോ നീ മൃതരെ ജീവിപ്പിക്കും നിൻവനവധി കൂടെ എൻ കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേൻ സ്വീകൃതനാവാൻ എൻ പേർ കത്തിപ്പേൻ ഹൃദയ കഷ്ട സാത്താനെ കഷ്ട നിങ്ങളുടെ ഭരണം മെസ്സിഹാമായിക്കും ശുഭമുണ്ട് പോവേൻ വാതിലടച്ചിടുവേൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും വേഗമുദിക്കും കർത്താവിൻ ദിവസം മൃതരെഴുന്നേൽക്കും സംസ്കൃത എഴുന്നേൽക്കും സംരക്ഷകനാം ഈശോയെ സ്തോത്രം മൃതർക്കയിൽ ജീവൻ തിരുവിഷ്ടം നമ്മുടെ രക്ഷയെഴുന്നള്ളിയനാഥൻ നമ്മുടെ ജീവൻ എഴുന്നള്ളും നൂനം നിൻ സ്ലീബായെ നമ്പിയതാമാൽമം നിൻ വരവെങ്കൽ നിൻ കൃപ കാണേണം പ്രാണപ്രദേവാവന്ദനമീശോ രക്ഷാദായകനെ നാഥാവിധിയിൽ നീ കൃപ ചെയ്തിടുവാൻ നിന്നെ നമിക്കും ആത്മശരീരങ്ങൾ ആപസ്ഥാനം നീങ്ങിയ നിന്നോകാനന്ദത്തിൻ ദുർമുഖമാർന്നല്ലോ നിന്മയേറ്റേ നിന്നാദത്താൽ ഞാൻ ഉയർപ്പിൽ സ്തുതി പാടിയിടണം ആപസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃസ്ലീബ പാലമതാകട്ടെ ജീവനിനാഥ കേൾക്കും മൃതലോകം കല്ലറകളിൽ നിന്നുയരും സ്തുതിഗീതം കൃപ ചെയ്യണമേ നിൻ കൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ അഭിനവ സൂര്യൻ കതിരൊളി വിതറിയിടും പ്രാണപ്രദനെ മൃതവും വാഴ്ത്തും സഭയിൽ സ്വതരും പ്രസുതറുഹായെ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളെ പുനരുത്ഥാനത്തിനായിട്ട് വരുവാനിരിക്കുന്നതിനുമായ കർത്താവേ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. ബാറക്മോർ ഞങ്ങൾ നിന്നെ സൂചിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. പിതാവിന്റെ പുത്രനും വചനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മൊത്തത്തോടെ ഇരിക്കുന്നവനായുള്ള വേദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കാലത്ത് ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെ എന്നേക്കും വാഴ്ത്തപ്പെട്ട നിത്യത്തിലുള്ള പരിചരണത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യണം. നിനക്ക് ചർച്ചയാവുന്നു. സ്ഥലത്തിന്റെ ദൈവം സത്യത്തിന്റെ പിതാവായനെ പഴച്ചെനിക്ക് വൈമാന്നു. അതിപ്പോഴെല്ലാ സമയത്തും കേൾക്കും തന്നെ. ആമീ മോറാനി നിന്റെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പക്കം നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട്. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ഭാവികളായി നെടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. എന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ
ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കുമെന്നുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ശുദ്ധമുള്ള അന്യോർത്തമറിയമേ, എംബ്രാന്റിയമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സാരത്തിന്റെയും സൃഷ്ടാവായ സത്യേകതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ മാതാവായ വിശുദ്ധേനിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങൾ നമുക്ക് വേണ്ടി ക്രൂശിതറക്കപ്പെട്ട അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാന്റെ വലിയ ബോധത്തോടെയും വരുവാനിരിക്കുന്നവനും നിന്റെ അവസാനമില്ലാത്തവനുമായ സ്ഥലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും സ്തുതിക്കപ്പെടുന്നവൻ ദിവ്യന്മാരും സ്നേഹികവുമായ വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ആമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പാർക്കുന്നു. ആമീൻ. പുലിനതുല്യം നരരുടെ നാളുകളഹോ ഹാലേലൂയ. പൂക്കും നിലവയലിൽ പൂച്ചെടി പോലെ ബാറക്മോൻ മനോലം വാദാമലോലം മീനാമീൻ. മരണമടഞ്ഞൊരു ദാസനിൽ ജീവസ്വരമതുളർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തോമൻകാലസ്കുറിയനായി സോൻ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമ്യവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നീ അവരവരുയിരോട് എഴുന്നേറ്റ് ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താരുളിന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ദൃഷ്ടിയെ പുതനായി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചതിന്റെ വരവനെ നമുക്ക് പാർക്കുന്ന മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവരെ വസിപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ നൂലമാക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു പറയുമാറാകണമേ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കട്ടാക്കി തീർക്കുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളുടെ വന്യനായ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി നിങ്ങളെ അനുഗ്രഹിച്ചത് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധനായ കാതോലിക്ക ബാവ തിരുമനസ് കൊണ്ടാണ്. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ സഹകർമ്മിയനായിരുന്ന മലബാർ ഭദ്രാസനത്തിന്റെ സക്കറിയാമാർ തേവലോസ് തിരുമേനിയോടും ഇന്നലെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയോടും വന്യ റമ്പാച്ചന്മാരോടും കോറപ്പിസ്കോപ്പന്മാരോടും വന്യ വൈദിക ശ്രേഷ്ഠരോടും കോട്ടയം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട കാവുങ്കലച്ചനോടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമുദായിക വ്യത്യസ്തമായ സമൂഹത്തിലെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, നാനാജാതി മതസ്ഥരായ ആളുകൾ, കുടുംബാംഗങ്ങൾ, ഇടവാംഗങ്ങൾ, സമീപവാസികൾ,
പല ഇടവകളിൽ നിന്ന് വന്നു ചേർന്ന എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ സംസ്കരിക്കുന്നതിനായിട്ട് മൃതദേഹം സെമിത്തേരിയിലേക്ക് എടുക്കുകയാണ്. ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഭവനക്കാർ ഒരുക്കിയിരിക്കുന്ന ലഘു സൽക്കാരത്തിൽ എല്ലാവരും സ്നേഹപൂർവ്വം സംബന്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തിൻ്റെ 3-ാം ദിവസം നാളെയാണ്, ഞായറാഴ്ചയാണ് വിശുദ്ധ കുർബാന ഉണ്ടാകും. അത് തുടർന്ന് ഖബറങ്കൽ ധൂവാർപ്പണം ഉണ്ടാകും. കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഇത് ഒരു അപേക്ഷയായി സ്വീകരിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു. ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ ഒരിക്കൽ കൂടെ അല്പമായും അധികമായും ഈ ശവസംസ്കാര ശുശ്രൂഷയെ വന്ന് സംബന്ധിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവരോടുമുള്ള സ്നേഹാദരവ് അറിയിക്കുകയും ചെയ്യുന്നു. തെന്തിനു നിൽക്കുന്നേ നരികിൽ വരിൻ ശ്ലോമോദരുവിൻ പ്രാർത്ഥിച്ചിടുവീൻ സങ്കടകി ഉയരേൽക്കും സ്തുത്യൻ മാർത്താമറിയം തൻ സോദരൻ